അതായത് അംബാനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകണം അവനൊരു ഇടിയനാണെന്നുള്ളത്. ഓക്കെ, രംഗയുടെ ആ ഒരു ഡൗട്ട് വരണം. ഇടിക്കൂല്ലേ എന്നുള്ളൊരു ഇത്. അതാണ് നമ്മുടെ സിനിമ, കംപ്ലീറ്റ് സിനിമ അതാണ്. അംബാനിലേക്ക് വന്നു കഴിഞ്ഞാൽ പടത്തിൽ പല സ്ഥലത്തും രംഗേൻ്റെ ഒപ്പം അല്ലെങ്കിൽ രംഗയെക്കാളും ഓടി സ്കോർ ചെയ്യുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും അംബാനാണ്. അപ്പം അംബാനെ പോലൊരു ക്യാരക്ടർ ഇപ്പം മുൻ ഇൻ്റർവ്യൂസിൽ കുറച്ച് കൊടുത്തിട്ടുള്ളതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രംഗേനെ നിങ്ങൾ ഫഹദും ജിത്തും ഒക്കെ കൂടെ സെറ്റിൽ ഇങ്ങനെ മേക്ക് ചെയ്ത് വന്നതാണ് ആ ഒരു ക്യാരക്ടർ ആർക്ക് പ്രസൻറ്റേഷനൊക്കെ. അംബാനിയും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് സ്പേസ് എങ്ങനെയുണ്ടായിരുന്നു? കാരണം അംബാനെ കാണുമ്പം മൊത്തത്തിൽ വർത്താനമൊക്കെ പറയുമ്പോൾ ഭയങ്കര പാവം മനുഷ്യനാണ്, പക്ഷെ അയാളുടെ ഇടി ഭയങ്കര കിൻഡൽ ഇടിയാണ്. ശരിക്കും ആ ഒരു സീൻ വരെ അംബാനാണ് കംപ്ലീറ്റ് സ്കോർ ചെയ്യുന്നത്. സോ ഇതൊക്കെ ഈ തോട്ടൊക്കെ അയാളുടെ ഇടി ഭയങ്കര പവർഫുൾ ആയിരിക്കണം, ആള് പക്ഷെ ഭയങ്കര ഫണ്ണി പാവം മോനായിരിക്കണം എന്നൊക്കെ, ഇതൊക്കെ നിങ്ങൾ ആദ്യമേ ആലോചിച്ചിട്ടുണ്ടോ? അത് സെറ്റിലുള്ള ഡിസ്കഷൻസ് ആയിരുന്നോ? അല്ല, നേരത്തെ സ്ക്രിപ്റ്റിലൊക്കെ ഇത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാരക്ടറിൻ്റെ പ്രോസസ്സ് നടന്നത് ഈ പറഞ്ഞ പോലെ ചെയ്തായിരുന്നു. സെറ്റിലൊക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഓരോ മൊമെൻറ്റിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്താണ് അതിൻ്റെ ഒരു ആർക്ക് വന്നത്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഇയാളൊരു അവസാനമാകുമ്പോൾ ഒരു പാവമാണ് ഈ പറഞ്ഞ പോലെ, പക്ഷേ ഭയങ്കര തമാശയൊക്കെ പറയും. എന്നാൽ പിന്നെ ഫൈറ്റ് ഉണ്ട്, ഇടിക്കും, മാസ് പരിപാടി, കിൻഡലിടി, ആ പരിപാടിയൊക്കെ മെൻഷൻ ചെയ്ത് ഒന്നാണ്. പ്രോപ്പർലി ചെയ്തു വന്നപ്പോൾ അത് ഓക്കെ. നേരത്തെ ഈ പറഞ്ഞ പോലെ മച്ചൻ രംഗയുടെ കേസ് പറഞ്ഞ പോലെ അതുപോലെയൊക്കെ തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രോസസ്സ്. പിന്നെ നേരത്തെ ഒരു ബ്രീഫ് നമുക്ക് കിട്ടിയായിരുന്നു, ഇങ്ങനെയാണ് ഞാൻ ഫിസിക്കലി കുറച്ച് ഫിറ്റ് ആയിരിക്കണം, സൈസ് ആയിരിക്കണം, ബൾക്കി പരിപാടി ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയി കുറച്ച് അടിച്ചൊക്കെ കയറ്റി ഫിറ്റായി നേരെ കളത്തിലോട്ട് ഇറങ്ങി. അപ്പോൾ ഈ രംഗ ഇപ്പോൾ ഫസ്റ്റ് ഫാസിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു ലീൻ ആയിട്ടുള്ള മനുഷ്യനാണ്, എന്നിട്ട് അയാളുടെ ഒരു ഓൾറൗണ്ടാണ് അയാൾ നിൽക്കുന്നത്. പക്ഷെ അപ്പുറത്ത് അംബാൻ ഭയങ്കര ഇപ്പം ഉണ്ട്. ഇപ്പൊ ഈ ഒരു കോൺട്രാസ്റ്റ്, ബോഡിയിൽ ഈ കോൺട്രാസ്റ്റ് വേണമെന്ന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ജിത്തുവിന്. അതായത് അംബാനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകണം അവനൊരു ഇടിയനാണെന്നുള്ളത്. ഓക്കെ, രംഗയുടെ ആ ഒരു ഡൗട്ട് വരണം. ഇടിക്കൂല്ലേ എന്നുള്ളൊരു ഇത്. അതാണ് നമ്മുടെ സിനിമ, കംപ്ലീറ്റ് സിനിമ അതാണ്. അപ്പം അതങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഫൈറ്റിന് ഭയങ്കര പ്രാധാന്യം ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പം ഇയാള് ഇപ്പം പല രീതിയിൽ, ഇപ്പം നമ്മൾ RDX നോക്കുകയാണെങ്കിൽ 3 പേർക്കും 3 രീതിയിലുള്ള ഫൈറ്റ് ഉണ്ട്. അതേപോലെ ഇപ്പം രംഗയുടെ ക്യാരക്ടർ ഫൈറ്റ് ചെയ്യുന്നത് വേറൊരു മോഡിലാണ്, അപ്പം അതിനകത്ത് ഹിന്ദിക്കാർ ഫൈറ്റ് ചെയ്യുന്നത് വേറൊരു സ്റ്റൈലാണ്, നഞ്ചപ്പൻ ഫൈറ്റ് ചെയ്യുന്നത് വേറൊരു സ്റ്റൈലാണ്. അപ്പം അതേപോലെ അംബാനിന്റെ സ്റ്റൈൽ ഇടിയായിരിക്കണം എന്നുള്ളത് ആദ്യം ഉണ്ടായിരുന്നോ? പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് അത് ഫൈറ്റ് പോലും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ ക്യാരക്ടർ അനുസരിച്ചാണ് നമ്മൾ ഫൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അംബാനി ഇടിയെടുത്ത് റിയൽ ബലം, ശക്തി ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളാണ്. ബാക്കി പിന്നെ മറ്റൊരു സ്കിൽസ് അല്ലേ, ഓരോരുത്തർക്കും ഓരോ സ്കിൽസ്. പിന്നെ ഇപ്പം അൻവർ റഷീദ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു വർഷത്തെ ഒരു, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സംവിധായകനും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം ജിത്തു മാധവൻ എങ്ങനെയാണ് അൻവർ റഷീദിനെ ഈ ഫീൽഡിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? ഞാൻ കൊണ്ടുവന്നതൊന്നുമല്ല, ഞാൻ അൻവർ റഷീദിൻ്റെ അടുത്ത് പോയിട്ടൊരു കഥ പറഞ്ഞ് ആ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് സമ്മതിച്ച് എന്നെ പുള്ളി ആവേശത്തിനകത്തേക്ക് കൊണ്ടുവരുമായിരുന്നു.